സ്റ്റിൽ നമ്മുടെ ഉള്ളിന്റെ ഉള്ളില് ഇങ്ങനൊരു വോയിസ് ഉണ്ടാവാം. എനിക്കൊരു ബെറ്റർ ഹ്യൂമൻ ആവണം, എന്റെ ട്രൂ സെൽഫിനെ എക്സ്പ്ലോർ ചെയ്യണം. എന്റെ മനസ്സിലേക്ക് എന്നെ കുറിച്ച് വരുന്ന ഒരു ഇമേജ് ആണ് എന്റെ ലൈഫ് എക്സ്പീരിയൻസസ്, മിസ്റ്റേക്സ്, ഞാൻ അതിൽ നിന്ന് പഠിച്ച കാര്യങ്ങൾ. ഡ്രോപ്പ് ചെയ്തെന്ന് പറയുമ്പോൾ എന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹമുണ്ട്. കൈവൊക്കിയിട്ട് ഡോക്ടർ എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ എനിക്ക് നന്നായിട്ട് അറിയാം എനിക്ക് ആ ഫീൽഡിലോട്ടേ ഇൻട്രസ്റ്റ് ഇല്ല. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിലും വന്നു പോയിട്ടുണ്ടാവാം. Hi everyone, welcome back to Mind Power Mama YouTube channel, and this is me, Janifa Nofel, an international mind coach and also a mom of a 4-year-old. ചെറുപ്പം മുതലേ എൻ്റെ മനസ്സിലേക്ക് എന്നെക്കുറിച്ച് വരുന്നൊരു ഇമേജാണ് ഞാൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഇമേജ്. എവിടെയാണ്, ആരോടാണ് ഞാൻ സംസാരിക്കുന്നതെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ എന്താണ് സംസാരിക്കുന്നതിൽ ചെറിയ ക്ലാരിറ്റി ഉണ്ട്. എൻ്റെ ലൈഫ് സ്റ്റോറീസ്, എൻ്റെ ലൈഫ് എക്സ്പീരിയൻസസ്, മിസ്റ്റേക്സ്, ഞാൻ അതിൽ നിന്ന് പഠിച്ച കാര്യങ്ങൾ, ഇതെല്ലാം ഞാനിങ്ങനെ വേൾഡിനോട് പറയുന്ന ഒരു ഫീലാണ് എനിക്കങ്ങനെ മനസ്സിൽ വരുന്നത്. അത് ഞാൻ ആലോചിക്കുമ്പോൾ ഒന്നുമല്ല, ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ വരുന്ന ഒരു കാര്യമാണ്. അതിൽ ഞാൻ ഓഡിയൻസിനെ ഒന്നും കാണാറൊന്നുമില്ല, ഇങ്ങനെ സ്റ്റേജ് അങ്ങനത്തെ സംഭവമൊന്നുമല്ല. പക്ഷെ ഞാൻ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നു, ഞാനിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നു, ഇതുപോലെ ഇങ്ങനെ സംസാരിക്കുന്ന ഒരു ഇമേജ് എനിക്ക് വരലുണ്ടായിരുന്നു ചെറുപ്പം മുതലേ. പക്ഷെ ഇത് എന്ത് പ്രൊഫഷനാണ്, ഇതെന്താണ് സംഭവം എന്നൊന്നും എനിക്കറിയത്തില്ല. അന്ന് ഈ മോട്ടിവേഷണൽ സ്പീക്കിംഗ് എന്ന് പറയുന്ന ടേം ഒന്നും അറിയത്തൊന്നുമില്ല. പിന്നീട് സ്കൂളിൽ വലിയ ക്ലാസ്സിലൊക്കെ എത്തിയപ്പോൾ ഈ പുറത്തുനിന്ന് സാറന്മാർ മോട്ടിവേഷണൽ ക്ലാസ്സസ് ഒക്കെ എടുക്കാൻ വന്നപ്പം ഞാൻ എൻ്റെ ആ കാര്യത്തെ മോട്ടിവേഷണൽ സ്പീക്കർ ആവാം ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് ഞാൻ തന്നെ ലേബൽ ചെയ്യുകയും, പക്ഷെ ഞാൻ ആരോടും ഷെയർ ചെയ്തിട്ടില്ല. ഞാൻ എൻ്റെ ആഗ്രഹം എന്ന രീതിയിൽ ഞാൻ വീട്ടിൽ ഷെയർ ചെയ്തത് എനിക്കൊരു എയർ ഹോസ്റ്റസ് ആവണം എന്നാണ് 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ. പക്ഷേ വീട്ടിൽ അത്ര സപ്പോർട്ട് ചെയ്യാത്തതുകൊണ്ട് ഞാൻ പിന്നെ ആഗ്രഹം മാറ്റി. അത് എങ്ങനെ ആവാമെന്ന ആഗ്രഹമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഇംഗ്ലീഷ് ടീച്ചർ ഉണ്ടായിരുന്നു 3rd സ്റ്റാൻഡേർഡിൽ ഞാൻ പഠിക്കുമ്പോൾ. അപ്പോൾ ഒരു ദിവസം ടീച്ചർ വന്നിട്ട് പറഞ്ഞു, ഞാൻ പോവാണ്, റിസൈൻ ചെയ്യാണ്, എനിക്ക് എയർ ഹോസ്റ്റസ് ആയിട്ട് ജോലി കിട്ടി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആ 3ാം ക്ലാസ്സുകാരിക്ക് എയർ ഹോസ്റ്റസ് എന്താണെന്ന് തീരെ അറിയില്ലായിരുന്നു. അപ്പോൾ ചോദിച്ച് മനസ്സിലാക്കിയപ്പോൾ ഫ്ലൈറ്റ് എന്നൊക്കെ കേട്ടപ്പോൾ തന്നെ ഞാൻ ഫിക്സ് ചെയ്തു എനിക്ക് എയർ ഹോസ്റ്റസ് ആവണം. പിന്നീട് എനിക്ക് തോന്നിയ ഒരു ആഗ്രഹം എന്ന് പറയുന്നത്, എനിക്ക് ഫാഷൻ ഡിസൈനർ ആവണം എന്നൊരു ആഗ്രഹം. എപ്പോഴാണെന്നൊന്നും ഞാൻ ഓർക്കുന്നില്ല. ബിക്കോസ് എനിക്ക് സ്റ്റിച്ചിങ് ഭയങ്കര ഇഷ്ടമായിരുന്നു, ഡിസൈനിങ് ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനത്തെ ഉള്ള കാര്യങ്ങളിലൊക്കെ കുറച്ച് ക്രേസ് ആയ സമയത്ത് എനിക്ക് ഫാഷൻ ഡിസൈനിങ് ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ അതും വലിയ രീതിയിൽ സപ്പോർട്ട് ചെയ്യുമെന്ന് എനിക്ക് തോന്നിയില്ല. ഇത്രയൊക്കെ നന്നായി പഠിച്ചിട്ട് തയ്ക്കാൻ പോവുകയാണോ എന്നൊക്കെ ഉള്ളൊരു ക്വസ്റ്റ്യൻ. പ്ലസ് ഫാഷൻ ഡിസൈനിങ് എന്ന് പറയുമ്പോൾ സംതിങ് എന്താണ്, നമ്മുടെ വാല്യൂസിനൊന്നും ചേരില്ല, അങ്ങനത്തെ ഒരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അതും ഡ്രോപ്പ് ചെയ്തെന്ന് പറയുമ്പോൾ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹമുണ്ട്. പക്ഷേ ഞാനത് ഒഴിവാക്കി സംതിങ് വേറെ എന്തെങ്കിലും പഠിക്കാൻ പോകാം എന്ന് ഫിക്സ് ചെയ്തു. ഒന്നെന്ന് പറയുന്നത്, ഞാൻ ക്ലാസ് ടോപ്പർ ആയിരുന്നു. അപ്പോൾ ടീച്ചേഴ്സിനാണെങ്കിലും വീട്ടിൽ നിന്നാണെങ്കിലും ഭയങ്കര എക്സ്പെക്ടേഷൻ ആയിരുന്നു. അതായത് അവർ ഉദ്ദേശിക്കുന്നത് ഡോക്ടർ, എഞ്ചിനീയർ അല്ലെങ്കിൽ സിവിൽ സർവീസ് ഈ ഒരു റേഞ്ചിൽ പോകേണ്ട കുട്ടിയാണ്. ദെൻ വൈ ഡ്രീമിങ് ലോ എന്ന രീതിയിലായിരുന്നു അവരും ചിന്തിച്ചിരുന്നത്. അപ്പൊ അങ്ങനെ ഞാനും ക്ലാസ്സിലൊക്കെ ഇപ്പോൾ ടീച്ചേഴ്സൊക്കെ ചോദിക്കുമ്പോൾ എന്താവാനാണ് ആഗ്രഹം എന്ന് ചോദിക്കുമ്പോൾ ഞാനും ഓഫ് കോഴ്സ് കൈവൊക്കിയിട്ട് ഡോക്ടർ എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ എനിക്ക് നന്നായിട്ട് അറിയാം എനിക്ക് ആ ഫീൽഡിലോട്ടേ ഇൻട്രസ്റ്റ് ഇല്ല എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ നമ്മളെന്നാലും ആ ഒരു മെട്രിക്സിൻ്റെ ഉള്ളിൽ പെട്ടിട്ട് അത് അങ്ങനെ തന്നെ പറയുന്നുണ്ടായിരുന്നു. എന്തായാലും സ്കൂൾ ഡേയ്സ് ഒക്കെ കഴിഞ്ഞു. കോളേജിൽ ചെന്ന്, ഞാൻ കോളേജിൽ 2nd ഇയർ പഠിക്കുമ്പോഴത്തേക്കും ഞാൻ ഒരു ഫ്രണ്ടിനോട് മാത്രമാണ് ഈ ഒരു മോട്ടിവേഷണൽ സ്പീക്കർ ആവണം എന്ന് ഞാൻ തുറന്ന് ആഗ്രഹമായി പറഞ്ഞിട്ടുള്ളത്. അതും ഇന്റൻഷനലി പറഞ്ഞതൊന്നുമല്ല. ഞങ്ങൾ ഒരു ദിവസം 2nd ഇയറിൽ ഒരു ലാബിലിരിക്കുമ്പോൾ, നല്ലൊരു നീറ്റ് ലാബാണ്. അപ്പോൾ ആ ലാബിൽ ഈ ഫ്രണ്ട് ഇങ്ങനെ ജസ്റ്റ് കുത്തിക്കുറിക്കുന്നുണ്ടായിരുന്നു ഒരു ടേബിളിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു, നല്ല നീറ്റായിട്ട് കിടക്കുന്ന ടേബിൾ അല്ലേ, എന്തിനാണ് കുത്തിക്കുറിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ, അന്ന് അങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ട്, മറ്റുള്ളവരുടെ കാര്യത്തിൽ കയറി ഇടപെടുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ചോദിച്ചപ്പോൾ ആ ഫ്രണ്ട് പറഞ്ഞു, ഫ്രണ്ട് ഉദ്ദേശിച്ച ഇങ്ങനെയാണ്, കുറേ നാളുകൾക്ക് ശേഷം ആ ഫ്രണ്ട് വലിയൊരാളാവുമ്പോൾ ഞാൻ തപ്പിപ്പിടിച്ച് വരും. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ടേബിളിൽ ജാനിഫയുടെ ഒപ്പമാണ് ഈ ഫ്രണ്ട് ഇരുന്ന് ഇത് കുത്തിക്കുറിച്ചത് എന്ന് പറയാൻ നീ വരും. അതായത് അത്ര ഒരു ഹൈ പൊസിഷനിൽ ആ ഫ്രണ്ട് എത്തും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ആഹാ കൊള്ളാം, ഓക്കെ, വെരി ഗുഡ്, ഓൾ ദി ബെസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എൻ്റെ അടുത്തും തിരിച്ചു ചോദിച്ചു, നിനക്ക് എന്താണ് ആവാൻ ആഗ്രഹം എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കൊരു മോട്ടിവേഷണൽ സ്പീക്കർ ആവാനാണ് ആഗ്രഹം എന്ന് പറഞ്ഞു. അപ്പോൾ ഫ്രണ്ട് ചോദിച്ചു, ദെൻ വൈ യു ചോസ് ബിടെക്? ഞാൻ പറഞ്ഞു, എനിക്ക് അറിയില്ല, ഐ എം ഇൻ ദ ജേർണി, എന്ത് നടക്കും എന്നൊന്നും അറിയില്ല, ബട്ട് ഐ നോ ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ ദിസ്. അതെനിക്ക് നന്നായിട്ട് അറിയാമെന്ന് ഞാൻ പറഞ്ഞു. അല്ലാതെ ഞാൻ ആരോടും ഇങ്ങനത്തെ ഒരു ഏരിയ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ഞാനിങ്ങനെ സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണെന്നും ഞാൻ ആരോടും അങ്ങനെ ഷെയർ ചെയ്തിട്ടില്ലായിരുന്നു. അതുപോലെ തന്നെ ഞാനിങ്ങനെ ഒരു എല്ലാവരോടും കയറി സംസാരിക്കുന്ന അങ്ങനത്തെ ഒരാളും അല്ല. അപ്പം എനിക്ക് തന്നെ ഇടയ്ക്ക് കൺഫ്യൂഷൻ വരും, ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന നീ ആരോടായി സംസാരിക്കുന്നത്, എന്താണ് ഈ മനസ്സിൽ ഇങ്ങനെ കാണുന്നതെന്ന് എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. കാരണം ഞാനങ്ങനെ ആളുകളോട് ഇടപെടുന്ന ഒരാളെ അല്ലായിരുന്നു. പക്ഷേ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളെ, ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സിനെ എനിക്ക് ഭയങ്കര കംഫർട്ട് ആയി കഴിഞ്ഞാൽ ഞാൻ അവരോട് ഭയങ്കര ഓപ്പണായി, ഭയങ്കര ടോക്കറ്റീവ് ആണ് ഞാൻ, ഭയങ്കര
ഇങ്ങനെ നിർത്താതെ സംസാരിക്കും. എനിക്ക് ഭയങ്കര സ്കില്ലുകളൊന്നും ഉള്ളതായിട്ട് എനിക്കറിയില്ല. ലൈക്ക് ഡ്രോയിങ് അല്ലെങ്കിൽ ഞാൻ ഒരു ആർട്ടിസ്റ്റ് അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല. എനിക്ക് അങ്ങനത്തെ ഡാൻസ് ആയിക്കോട്ടെ, മ്യൂസിക് ഇതൊന്നും എനിക്ക് അറിയില്ല. പക്ഷെ എനിക്കിങ്ങനെ എൻ്റെ തന്നെ എക്സ്പീരിയൻസ് ഞാനിങ്ങനെ സംസാരിക്കലായിരുന്നു കൂടുതലും എൻ്റെ ഫ്രണ്ട്സിനോടും എല്ലാവരോടും. അങ്ങനെ എന്തായാലും ഇതൊരു ആഗ്രഹമായിട്ട് ഉള്ളിലുണ്ടെങ്കിൽ പോലും ഞാൻ അതിനു വേണ്ടി പരിശ്രമിച്ചിട്ടോ അല്ലെങ്കിൽ അത് എത്തിപ്പെടണം അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഞാൻ കരുതിയിട്ടില്ല. എല്ലാവരുടെയും പോലെ ബിടെക് കഴിഞ്ഞു, ഒരു 4th ഇയർ ആയപ്പോൾ തന്നെ ക്യാമ്പസ് പ്ലേസ്മെന്റിൽ ഒരു MNCയിൽ പ്ലേസ്ഡ് ആയി. പക്ഷെ ഞാൻ ഒരിക്കലും ജോബിന് പോകത്തില്ല എന്ന് വിചാരിച്ചൊരു വ്യക്തിയല്ല. ജോബിന് പോകുന്നു, ഒരു നോർമൽ ലൈഫ് ലീഡ് ചെയ്യുന്നു. നോർമൽ അല്ല, അന്നതൊരു ഹൈ ലൈഫായിട്ടായിരുന്നു മനസ്സിൽ. അങ്ങനത്തെ ഒരു ലൈഫ് ലീഡ് ചെയ്യും എന്ന് തന്നെയായിരുന്നു എൻ്റെ ഒരു വിശ്വാസം. പക്ഷേ ജോബ് കിട്ടിയതിനു ശേഷം ചില കാരണങ്ങളാൽ ജോബിന് പോകാൻ പറ്റാഴിക സംഭവിക്കുകയും ഞാനും അങ്ങനത്തെ ഒരു ഡിസിഷൻ എടുത്തു, പോകണ്ട എന്ന ഡിസിഷൻ എടുക്കുകയും പിന്നീട് കല്യാണം കഴിഞ്ഞു, ലോക്ക്ഡൗൺ ആയി, കുട്ടിയായി. ആൻഡ് അവിടെ ഗോ ത്രൂ ചെയ്ത കുറേ കാര്യങ്ങൾ വെച്ചിട്ടാണ്, ആൻഡ് പ്ലസ് മൈ ഡ്രൈവിംഗ് ഫിയർ, ഇത് രണ്ടും കൂടെ ചേർത്തിട്ടാണ്. ഓഫ് കോഴ്സ് ആ ഒരു സമയത്ത് തന്നെയാണ് ഞാനിങ്ങനെ മൈൻഡ് ഈസ് സംതിങ്, മൈൻഡ് നമ്മുടെ ലൈഫ് നമ്മൾ കണക്ഷൻ ഉണ്ട് എന്ന തരത്തിലുള്ള കണ്ടന്റുകളും ബുക്കുകളും ഒക്കെ ഞാൻ വായിക്കുന്നതും ഞാൻ ഇത് മൈൻഡ് ഈസ് സംതിങ് എന്ന് ഞാൻ പഠിച്ചു വരുന്നതും അപ്പോഴാണ് എനിക്ക് തോന്നി തുടങ്ങുന്നത് എൻ്റെ ഡ്രൈവിംഗ് ഫിയർ സംതിങ് റിലേറ്റഡ് ടു മൈൻഡ് ആണോ എന്ന് തോന്നുകയും ആൻഡ് ആ ഗോ ത്രൂ ചെയ്ത സാഹചര്യങ്ങളിൽ നിന്നൊക്കെ ഒരു റിലീഫിനും കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ മൈൻഡ് ഒന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു മൈൻഡ് റീപ്രോഗ്രാമിംഗ് ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒരു കോഴ്സ് ചെയ്യുന്നത്. ജസ്റ്റ് എന്നെ ഒന്ന് റെഡിയാക്കി എടുക്കുക, ഇത്രയാണ് ഞാൻ ഉദ്ദേശിച്ചിരുന്നത്. അപ്പോഴൊന്നും ഒരു കോച്ച് ആവണമെന്നോ ട്രെയിനർ ആവണമെന്നോ ഒന്നും ഞാൻ ആഗ്രഹിച്ചിട്ടേ ഇല്ല. ഇങ്ങനെ ഒന്ന് സംസാരിക്കണമെന്നോ ആളുകൾക്ക് സെഷൻ എടുക്കണമെന്നോ ഒന്നും ഞാൻ ആഗ്രഹിച്ചിട്ട് പോലുമില്ല. പിന്നീട് ഞാൻ റെഡിയായി ആ കോഴ്സൊക്കെ കഴിഞ്ഞ് കുറച്ച് ഒരു 1 month 2 month കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ഉള്ളിൽ ഒരു ആഗ്രഹം വരുന്നത്, വീണ്ടും ഇനിയും എനിക്ക് മാറണം, ഇനിയും എനിക്ക് എക്സ്പ്ലോർ ചെയ്യണം, എൻ്റെ സെൽഫിനെ എക്സ്പ്ലോർ ചെയ്യണം എന്നൊക്കെ ഉള്ളൊരു തോട്ട് വന്നിട്ടാണ് ഞാൻ ആക്ച്വലി കോച്ച് ആവണം എന്ന് തന്നെ തീരുമാനിക്കുന്നത്. അതായത് ഞാൻ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂഷനിൽ കോച്ചിങ് എടുക്കുന്നത് ആക്ച്വലി കോച്ച് ആവാൻ മാത്രമുള്ള ആളുകളല്ല കോച്ചിങ് എടുക്കുന്നത്. അതായത് ഞങ്ങളുടെ ഗൈഡിൻ്റെ ഒരു കൺസെപ്റ്റ് തന്നെ ഇങ്ങനെയാണ്, നമ്മളൊരു ആളെ കോച്ച് ചെയ്യണമെങ്കിൽ ആക്ച്വലി നമ്മൾ ഫസ്റ്റ് ഒരു ബെറ്റർ ഹ്യൂമൻ ആവണം. ഓക്കെ, അപ്പൊ ആ ബെറ്റർ ഹ്യൂമൻ ആയിരിക്കുന്ന ഒരാൾക്ക് മാത്രമേ മറ്റൊരു ഹ്യൂമനെ കറക്റ്റ് ആയിട്ട് കോച്ച് ചെയ്യാൻ പറ്റുള്ളൂ. ഇതാണ് കൺസെപ്റ്റ്. അപ്പോൾ ബെറ്റർ ഹ്യൂമൻ ആവാനുള്ള ആളുകളും വന്നിട്ട് ഈ കോച്ചിങ് എടുക്കുന്നുണ്ട്, അതല്ല കോച്ച് ആവാൻ ആഗ്രഹമുള്ള ആളുകളും കോച്ചിങ് എടുക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ആക്ച്വലി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു ബെറ്റർ ഹ്യൂമൻ ആവണം, എൻ്റെ ട്രൂ സെൽഫിനെ എക്സ്പ്ലോർ ചെയ്യണം എന്ന ആഗ്രഹത്തിന്റെ പുറത്താണ് ഞാൻ അവിടുത്തെ കോച്ചിങ് എടുക്കുന്നത്. പക്ഷെ കോച്ചിങ്ങിന് ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ഉള്ളിൽ വീണ്ടും ആഗ്രഹം മാറി, എനിക്ക് സെഷനൊക്കെ എടുത്ത് തുടങ്ങണം, അങ്ങനെയുള്ള ആഗ്രഹങ്ങൾ വന്നു. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, കോച്ചിങ് കഴിഞ്ഞിട്ട് സെഷൻസ് ഒക്കെ എടുക്കാൻ തുടങ്ങി. അപ്പോഴും ആക്ച്വലി ഈ യൂട്യൂബ് ചാനൽ ഇല്ല, ഈ യൂട്യൂബ് ചാനലിന്റെ തോട്ട് പോലും ഇല്ല, അങ്ങനെ ഒരു കാര്യം പോലും എൻ്റെ മനസ്സിൽ വന്നിട്ടില്ല. ആ ഒരു ജേർണിയിൽ ഒരു 1.5 year കഴിഞ്ഞപ്പോഴാണ് എനിക്കിങ്ങനെ എൻ്റെ ലൈഫ് എക്സ്പീരിയൻസസ്, എൻ്റെ ഈ മൈൻഡ് റീപ്രോഗ്രാമിംഗ് ജേർണി ഇതെല്ലാം സംസാരിക്കണം എന്ന് തോന്നിയതിൻ്റെ പുറത്താണ് ഞാൻ യൂട്യൂബ് ചാനൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഈ കഥ പറച്ചിൽ സ്റ്റോറി തന്നെയാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. അപ്പോൾ ആക്ച്വലി ഈ വീഡിയോയുടെ തന്നെ ഉത്ഭവം എന്ന് പറയുന്നത്, ആദ്യമായി എൻ്റെ ചാനലിൽ ചെയ്യുന്ന വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഡ്രൈവിംഗ് ഫിയർ എങ്ങനെ മൈൻഡ് റീപ്രോഗ്രാമിങ്ങിലൂടെ മാറി ആ ഒരു ജേർണിയെ പറ്റിയിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ആളുകൾ ആ വീഡിയോ കണ്ടിട്ട് കണക്ട് ചെയ്യുമ്പോഴത്തേക്കും ആ വീഡിയോയിൽ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഷെയർ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അവരോടൊക്കെ സംസാരിക്കുമ്പോൾ ഞാൻ ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ട് എൻ്റെ ആ ഒരു ഡ്രൈവിംഗ് സ്റ്റോറി എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ തന്നെ ആളുകൾക്ക് സംതിങ് ഒരു മോട്ടിവേഷൻ കിട്ടുന്നുണ്ട്, അവർക്കൊരു എനർജി കിട്ടുന്നുണ്ട്, അവർക്ക് ട്രൈ ചെയ്യാൻ തോന്നുന്നുണ്ട്. അങ്ങനെ ട്രൈ ചെയ്ത പലരും ഉണ്ട്. അപ്പം എൻ്റെ ജസ്റ്റ് ഒരു സ്റ്റോറി കേട്ടിട്ട് ട്രൈ ചെയ്യുന്നുണ്ട് കുറച്ചധികം ആളുകളായപ്പോഴത്തേക്കും ഞാൻ ആലോചിച്ചു, എന്നാൽ പിന്നെ കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള എൻ്റെ ഒരു ഡ്രൈവിംഗ് സ്റ്റോറി യൂട്യൂബിൽ ഇടാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതിന് സ്ക്രിപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കാൻ പോയപ്പോൾ ആക്ച്വലി സ്ക്രിപ്റ്റ് പോയത് വേറൊരു സംഭവത്തിലേക്കാണ്. ഈ സ്ക്രിപ്റ്റ് വന്നത്. അതായത് എൻ്റെ കഥകൾ, എൻ്റെ ഡ്രൈവിംഗ് കഥ ആൾക്കാരെ ഇൻസ്പയർ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായിരിക്കാം ഞാൻ അപ്പോഴാണ് എനിക്ക് ഈ ചൈൽഡ്ഹുഡിലൊക്കെ എനിക്കിങ്ങനെ ഞാനിങ്ങനെ കഥ പറയുന്ന ഒരു ഇമേജ് വീണ്ടും വരികയും അതിലേക്കൊക്കെ ഞാൻ പോകുന്നതും ഇങ്ങനെ റിവൈൻഡ് അടിച്ച് പോകുന്നതും ഞാനിങ്ങനെ ഓക്കെ ശരിയാണ്, ഞാൻ എപ്പോഴും ഇങ്ങനെ കഥ പറഞ്ഞുകൊണ്ടിരിക്കാൻ ആഗ്രഹിച്ചിട്ടുമുണ്ട്, ആ കഥകളിൽ നിന്ന് ആളുകൾക്ക് എന്തൊക്കെയോ കിട്ടുന്നുമുണ്ട്. അപ്പൊ ആ ഡ്രൈവിങ്ങിന്റെ കഥ സ്ക്രിപ്റ്റ് ചെയ്യാനിരുന്ന ഞാനാണ് പെട്ടെന്ന് ഈ വീഡിയോയിലേക്ക് വന്നത്. അപ്പം ഞാൻ ആലോചിച്ചു, എന്നാ പിന്നെ ഓക്കെ ഇങ്ങനെ തുടങ്ങാം, എന്തുകൊണ്ടാണ് ഞാൻ ഈ കഥ പറയുന്നത്, അല്ലെങ്കിൽ എൻ്റെ കഥകൾ കേട്ടിട്ട് ആർക്കെങ്കിലും ഒക്കെ ഇൻസ്പിറേഷൻ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് അതിന്റെ ഫുൾ സ്റ്റോറി ഒന്ന് പറഞ്ഞുകൂടാ എന്ന ഒരു തോട്ടിന്റെ പുറത്താണ് ഇപ്പൊ ഈ വീഡിയോ തന്നെ ചെയ്യുന്നത്. അതിനോടൊപ്പം തന്നെ ഇതിപ്പോ എൻ്റെ സ്റ്റോറി ഇങ്ങനെ പറഞ്ഞു പോവുക മാത്രമല്ല, അതിനോടൊപ്പം തന്നെ ഞാൻ മറ്റൊരു കാര്യവും കൂടാണ് നിങ്ങളിലേക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും ഇങ്ങനെ കുഞ്ഞുനാൾ മുതൽ നമ്മൾ എന്താണെന്ന് ചിലപ്പോൾ ഒരു ഇമേജ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ
എന്തൊക്കെയോ സംതിങ്, ചിലപ്പോൾ വിയേർഡ് ആയിരിക്കാം, നമുക്ക് വിയേർഡായിട്ട് തോന്നുന്നുണ്ടായിരിക്കാം, ആക്ച്വലി വിയേർഡ് ആയിരിക്കത്തില്ല. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിലും വന്നു പോയിട്ടുണ്ടാവാം. പക്ഷെ നമ്മൾ അതിലേക്ക് പോകാതെ നമ്മുടെ ജീവിതം നമ്മളെ പലതും പഠിപ്പിച്ചു, പല പ്രൊഫഷനിലേക്കും ഒക്കെ നമ്മളിപ്പം ഇപ്പോൾ എവിടാണോ നമ്മൾ നിൽക്കുന്നത്, ചിലപ്പോൾ സ്ട്രെസ്ഡ് ആയിട്ട് പൈസയ്ക്ക് വേണ്ടിയിട്ട് ജോലി ചെയ്യുന്ന രീതിയിലൊക്കെ ആയിട്ടുണ്ടാവും, നമ്മൾ പല കണ്ടീഷൻസിലായിട്ടുണ്ടാവും. പക്ഷേ സ്റ്റിൽ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇങ്ങനൊരു വോയിസ് ഉണ്ടാവാം, നീ ഇതാണ്, നീ ഇതാണ്, നമ്മുടെ പർപ്പസ് ഇതാണ് എന്നുള്ളൊരു കോളിംഗ് ഉണ്ടാവാം. പക്ഷെ അതിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ, അതായത് ഇപ്പൊ എന്റെ കേസ് പറയുകയാണെങ്കിൽ, ഞാനും ബിടെക് കഴിഞ്ഞ പാടെ ഒരു ജോബിന് കയറി അങ്ങനെ അങ്ങനെ പോകാനിരുന്ന ഒരാളാണ്. പക്ഷെ അങ്ങനെ പോകുമ്പോഴും ചിലപ്പോൾ എൻ്റെ ഉള്ളിൽ ഞാൻ ഒരിക്കലും ആ ജോബ് ഇഷ്ടപ്പെട്ട് ചെയ്യണം എന്നില്ല. പക്ഷെ ഇപ്പൊ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഭയങ്കര ഇഷ്ടപ്പെട്ട് ഞാൻ ഫുള്ള് കൊടുത്തിട്ട് ടയേർഡ് ആവാതാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം നമുക്ക് എല്ലാവർക്കും അങ്ങനത്തെ ഒരു കാര്യമുണ്ട്, നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന, നമ്മൾ പാഷനേറ്റ് ആയിട്ട് ചെയ്യുന്ന എന്തോ ഒരു കാര്യമുണ്ട്. അപ്പോൾ ഇതെന്താണെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ തിരിച്ച് നമ്മുടെ ആ ചൈൽഡ്ഹുഡ് പോലത്തെ ഒരു സ്റ്റേറ്റിലേക്ക് എത്തണം. ചൈൽഡ്ഹുഡിലേക്ക് എത്തണ്ട, ചൈൽഡ് എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്ക് നമ്മൾ എത്തണം. അപ്പൊ അതെത്താനായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തത് മൈൻഡ് റീപ്രോഗ്രാമിങ് തന്നെയാണ്. അപ്പോൾ ആ മൈൻഡ് ക്ലെൻസിങ്ങിലൂടെയും എൻ്റെ മൈൻഡ് ഫ്രീ ആയതിലൂടെയൊക്കെയാണ് ഞാൻ പഴയ സ്റ്റേറ്റിലേക്ക് എത്തുകയും വീണ്ടും അതിലേക്കൊക്കെ തന്നെ എത്തിച്ചേരുകയും ചെയ്തത്. അപ്പം നിങ്ങളുടെ ഉള്ളിലും ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ഇമേജ് അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം. നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിലും ഓർമ്മയില്ലെങ്കിലും ഇനിയിപ്പം നമുക്ക് തിരിച്ചു പിടിക്കാനാണെങ്കിലും നമുക്ക് പറ്റും. അതെങ്ങനെ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആ ചൈൽഡ് മൈൻഡിലേക്ക്, നമ്മുടെ ട്രൂ സെൽഫിലേക്ക് നമുക്കൊന്ന് തിരിച്ചു പോയാൽ മാത്രമേ നമ്മൾ എന്താണ്, അല്ലെങ്കിൽ നമ്മൾ എന്താണ് ഈ വേൾഡിന് ചെയ്യേണ്ടത്, എഫേർട്ട്ലെസ് ആയിട്ട് നമ്മൾ നമ്മുടെ പർപ്പസ് എന്താണ് എന്ന് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ആ ഒരു സ്റ്റേറ്റിലേക്ക് പോയേ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്കത് ഫൈൻഡ് ഔട്ട് ചെയ്യാം. അപ്പൊ ആ ഒരു മെസ്സേജും കൂടാണ് ഞാൻ ഇതിൽ നിന്ന് തരാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതുപോലെ എൻ്റെ ഈ കഥ ഇഷ്ടപ്പെട്ടെങ്കിലും ഇനിയും ഇനിയും കഥകൾ വേണമെങ്കിലും, ഡ്രൈവിങ്ങിന്റെ സ്റ്റോറി വേണമെങ്കിലും, എന്തെങ്കിലും നിങ്ങൾക്ക് ചെറുതായിട്ടെങ്കിലും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്ത് അറിയിക്കുക, ഓർ പേഴ്സണലി മെസ്സേജ് അയക്കുക. അപ്പോൾ ഇനിയും ഇനിയും ഇതുപോലത്തെ വീഡിയോസ് കാണാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ഷെയർ ആൻഡ് സപ്പോർട്ട്. താങ്ക് യു സോ മച്ച്.